നമസ്കാരം. വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇന്നുണ്ട്. കുറച്ച് കാലങ്ങളായി അത് പ്രാബല്യത്തിലേക്ക് വന്നു. നല്ലവണ്ണം നല്ല സെലിബ്രേഷൻ, നല്ല കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. നമുക്ക് നല്ലതിനെ കാണാം. ആനുവൽ മീറ്റിംഗ് ഉണ്ട്, ആനുവൽ സെലിബ്രേഷൻ, വർഷത്തിലൊരിക്കൽ ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ കൂട്ടായ്മ, മാസത്തിലൊരിക്കൽ കൂട്ടായ്മ, 6 മാസത്തിലൊരിക്കൽ കുറച്ച് സെലിബ്രേഷൻ, അവിടെ കുറച്ച് പരിപാടികൾ, ഡാൻസ് മുതലായ കലാപരിപാടികൾ, ചിത്രരചന മത്സരങ്ങൾ എന്നിങ്ങനെ നടന്നു പോരുകയാണ്. അപ്പോൾ ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വരുന്ന തലമുറയ്ക്ക് പകർന്നു നൽകാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവരിലേക്കായി ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലേക്കായിട്ട് ഒരു ചെറിയ ഒരു സജഷനാണ്. ഉപദേശമായി കരുതരുത്, ഇത് ഉപദേശമല്ല. ഇന്ന് ഒരു സ്ഥലത്ത് ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പരിപാടിയായിട്ട് ശ്ലോകം കോമ്പറ്റീഷൻ നടന്നു. ഈ ഭഗവത്ഗീത മുതലായ ഏത് ശ്ലോകങ്ങളും സ്റ്റേജിൽ കയറി കൊച്ചു കുട്ടികൾക്കായിട്ടൊരു മത്സരം നടന്നു വരികയായിരുന്നു. അത് കാണുവാനിടയായി. അതിൻ്റെ പരിണാമ ഫലമാണ് ഈ വീഡിയോ. നോക്കിയപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ 4-5 വയസ്സ് പ്രായമുള്ള കുട്ടികൾ മുതൽ 12-13 വയസ്സ് വരെ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ തരംതിരിച്ച് ആ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ ശ്ലോകം, ഏതെങ്കിലും ശ്ലോകം, ഏതെങ്കിലും വേദ സൂക്തം മുതലായവ പാരായണം ചെയ്യുക. 5-5 മിനിറ്റ് ഓരോ കുട്ടികളും. ചില കുട്ടികൾക്ക് നാവ് പോലും വഴങ്ങുന്നില്ല, അവർ ജപിക്കുകയാണ്. സ്റ്റേജിൽ കയറി നല്ല ഗമയോടുകൂടി ഇരുന്ന് ഗജാനനം ഭൂതഗണാതിസേവിതം എന്നൊക്കെ പറയുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, ഈ കുട്ടി അടുത്ത വർഷം ഇതിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, പഠിക്കണം എന്നുള്ളൊരു ചിന്ത അവിടെ ജനിക്കുകയാണ്. അടുത്തത് ആ കുട്ടി വിഷ്ണു സഹസ്രനാമം പഠിക്കും, ലളിത സഹസ്രനാമം പഠിക്കും, ഇല്ലെങ്കിൽ ഈ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ തന്നെ ക്ലാസ്സുകൾ നടക്കും. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നല്ലൊരു ശീലം ഇതിലൂടെ നമുക്ക് വരുത്തുവാൻ സാധിക്കും. ഇത് ഒറ്റയടിക്ക് എല്ലാ റെസിഡൻഷ്യൽ അസോസിയേഷനിലും ഈ ഒരു കാര്യം, ഇത് വേണമെങ്കിൽ ക്ഷേത്രങ്ങളിലും ഏറ്റെടുത്ത് നടത്തുവാൻ സാധിക്കും. റെസിഡൻഷ്യൽ അസോസിയേഷനിൽ കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ സാധിച്ചാൽ ഒരുപക്ഷെ ഒരു നല്ല ഒരു മൂവ്മെൻ്റ് ആയിരിക്കും എന്നുള്ളൊരു തോന്നലാണ് ഈ ഒരു വീഡിയോയ്ക്ക് കാരണം. ആയതിനാൽ എവരും ചിന്തിക്കുക, ഒരു ശ്ലോകം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ, നമ്മുടെ സംസ്കാരം, അതിലൊരു ചോദ്യോത്തര പങ്ക്തി, ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം നിലനിന്നു പോകും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഇതിൻ്റെ അർത്ഥം ഈ ഡാൻസ് വേണ്ട, മറ്റു കലാപരിപാടികൾ വേണ്ട എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അതിനോടൊപ്പം ഈ ഒരു ചിന്താ പദ്ധതി, ഈ ഒരു മത്സരം, ശ്ലോകം അല്ലെങ്കിൽ വേദസൂക്ത മന്ത്രങ്ങൾ ജപിക്കുക, അതിനോടൊപ്പം തന്നെ ഒരു ക്വിസ് നടത്തുക, ഇതെല്ലാം കൂടി ഒരു അരമണിക്കൂർ 1 മണിക്കൂറും കൂടി ചെലവഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റത്തിലേക്ക് അത് കാരണമാകും എന്ന് ഏവർക്കും ഇതിനാൽ ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കലാപരിപാടികളും കൂടി കൊണ്ടുപോവുക, ഈ ഭരതനാട്യം മുതലായ വിഷയങ്ങൾ. ഇവിടെ എന്തുകൊണ്ട് എന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും. കാരണം കൊച്ചു കുട്ടികൾ, ഇനി വരുന്ന തലമുറയിലേക്ക് നാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിച്ച് മനസ്സിൽ കയറ്റി വിട്ടില്ലെങ്കിൽ, ഇന്ന് ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഏവർക്കും അറിയാം, മൊബൈലുണ്ട്, ഇനി ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കൈയെടുക്കാൻ പറ്റുന്നില്ല, സമയമില്ല, ഒരു ശ്ലോകം ക്ലാസ്സിലേക്ക് പോകാനായിട്ട് സമയമില്ല, നമ്മളെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും നമുക്ക് സമയമില്ല. ബസ് സ്റ്റാൻഡിൽ ഒരു 3 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ പോലും നമ്മളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് സമയമില്ല. നമ്മൾ ഉടനെ മൊബൈൽ എടുക്കുകയാണ്, എങ്ങാണ്ടോ ഇരിക്കുന്ന ഒരാളുടെ ഇൻഫർമേഷൻ കേൾക്കുകയാണ്. ഇനിയിപ്പോൾ ഇതും വേണമെങ്കിൽ അങ്ങനെ പറയുകയും ചെയ്യാം, ഒരു തെറ്റുമില്ല, ആയിക്കോട്ടെ. എന്തായാലും ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള, ഇല്ലെങ്കിൽ ഏത് സ്ഥലത്തായാലും, ലോകത്ത് ഏത് സ്ഥലത്തായാലും സനാതനധർമ്മം അതിനെ ഫോളോ ചെയ്ത് അതിനെ ആചരിച്ചു പോരുന്ന ഏവരും ഈ ഒരു ചെറിയ വിഷയം നടപ്പിലാക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ബൃഹത്തായ മാറ്റത്തിന് കാരണമാകും. കുട്ടികളിലൂടെ കുട്ടികളുടെ ഭാവി നന്നാകും, സംസ്കാരം നിലനിന്ന് പോകും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. നമസ്കാരം.